വർഗീസ് ജോർജ്, വളരെ പെട്ടെന്ന് ഒരു കാര്യം, ഈ പരീക്ഷാ നടത്തിപ്പിലെ ക്രമക്കേടുകൾ അത് ഒരു കാരണവശാൽ അംഗീകരിക്കാൻ പറ്റുന്നതല്ല. കാരണം വിദ്യാർത്ഥികളുടെ ഭാവിയെ തുലാസിലാക്കുന്ന ഒരു നടപടിയാണ്, അല്ലെങ്കിൽ അവരുടെ ഭാവി തന്നെ തകർക്കുന്നതാണ്. ഇവിടെ എന്താണ് ചിത്രം? നമ്മൾ ഈ ദേശീയ തലത്തിൽ നടത്തിയ പരീക്ഷയുടെ ഗുണവും ദോഷവും ഒക്കെ നമ്മൾ പറയുന്നു. കേരളത്തിൽ RJD ഭരിക്കുന്ന ഒരു മുന്നണിയാണല്ലോ കഴിഞ്ഞ 10 വർഷം ഭരിച്ചത്. ഇവിടുത്തെ PSCയുടെ വിശ്വാസ്യത മുഴുവൻ തച്ച് തകർത്തില്ലേ? ജയിലിൽ കിടക്കുന്ന ആൾ വരെയല്ലേ, കുറ്റവാളിയായി കിടക്കുന്ന ആൾ വരെയല്ലേ SI പരീക്ഷയ്ക്ക് 1ാം റാങ്ക് നേടിയത്. അത്തരത്തിൽ PSC ഈ സർക്കാർ അധികാരം ഒഴിയുമ്പോൾ PSCക്കെതിരെ വന്ന ആക്ഷേപങ്ങൾ എന്തെല്ലാമാണ്? കൃത്യമായി അത്തരത്തിലുള്ള ഒരു കേരളം പോലെ ഒരു ചെറിയ സംസ്ഥാനത്ത്, വിദ്യാസമ്പന്നരേറെയുള്ളൊരു സംസ്ഥാനത്ത്, അവിടെയുള്ള ഒരു സംവിധാനം പോലും കൃത്യമായി കൊണ്ടുപോകാൻ കഴിയാത്ത ആളുകളാണ് ഈ വിമർശനവുമായി രംഗത്ത് വരുന്നത്. അതുകൊണ്ട് മറ്റേത് ഇവിടെ PSC തകർന്നത് കൊണ്ട് അതും തകരട്ടെ എന്നല്ല പറഞ്ഞത്. ഇവിടത്തെ കാര്യങ്ങൾ ശരിയാക്കിയിട്ട് വേണ്ടേ അവിടെ കുറ്റം പറയാൻ? അതാണ് ചോദ്യം. അത് വിനോദ് പറഞ്ഞത് ശരിയാണ്. കാരണം പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു സെമി ജുഡീഷ്യൽ അധികാരമുള്ള സമിതിയാണ്. അവർ വളരെ വിശ്വസ്തയോടുകൂടിയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. ഇപ്പോഴ് LDF ഗവൺമെൻറ് മാറി പുതിയ ഗവൺമെൻറ് വന്നപ്പോൾ ഉന്നയിക്കപ്പെട്ട ധാരാളം ആരോപണങ്ങൾ ഉണ്ട്. അത് അന്വേഷിക്കുന്നതിന് വേണ്ടി ഒരു കമ്മിറ്റിയെ ഇപ്പോൾ പുതിയ ഗവൺമെൻറ് വെച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഗതകാലത്ത് PSCക്കുള്ളിൽ പരീക്ഷയുടെ നടത്തിപ്പിലും മാർക്കിടുന്നതിലും ക്രമക്കേടുകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ആരോപണം. PSC അംഗങ്ങൾക്കിടയിൽ തന്നെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. PSC അംഗങ്ങളും ചെയർമാനും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. തീർച്ചയായിട്ടും അതൊക്കെ ഗവൺമെൻറ് അന്വേഷിക്കട്ടെ. ആ കാര്യത്തിലൊന്നും ഒരു ന്യായീകരണവും എനിക്ക് തരാനില്ല. അത് സത്യസന്ധമായിട്ട് ചെയ്യേണ്ടതാണ്. പക്ഷേ അതിൻ്റെ ഒരു ജസ്റ്റിഫിക്കേഷൻ, അത് വിനോദ് പറഞ്ഞു, ഇതിൻ്റെ പേരിൽ അതിൻ്റെ ജസ്റ്റിഫിക്കേഷൻ സാധിക്കത്തില്ലെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് പറഞ്ഞത് തീർച്ചയായിട്ടും ദേശീയ തലത്തിൽ നടക്കുന്ന ഒരു പ്രക്ഷോഭം, അത് എന്തോ പറഞ്ഞതിനോട് എനിക്ക് യോജിപ്പാണ്. ഇവരുടെ ഡയലോഗ് ഗവൺമെൻറ് താല്പര്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിലാണെങ്കിലും ഒരു ഡയലോഗിന് ഗവൺമെൻറ് മുതിരണം. സാധാരണഗതിയിൽ നമ്മളെല്ലാവരും, എന്തുവാണേലും, ഞാനാണേലും ദീപിയാണേലും, നമ്മളെല്ലാം ധാരാളം സമരങ്ങളിലൂടെ വരുന്നവരാണ്. അപ്പം നമ്മൾ 5-6 ദിവസം കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഗവൺമെന്റ് ഒരു പ്രതിനിധിയെ നമ്മുടെ സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് വിളിക്കും. ചർച്ച ചെയ്യുക തന്നെ വേണം. അല്ലാതെ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ജനങ്ങൾ വോട്ട് ചെയ്ത് അധികാരത്തിൽ വന്ന സർക്കാരാണ്. ഒരു പ്രശ്നമുണ്ടെങ്കിൽ ചർച്ച ചെയ്യുക തന്നെ വേണം. അപ്പൊ നമ്മൾ ചെല്ലുമ്പോൾ ഗവൺമെന്റ് ആദ്യം സമ്മതിക്കത്തില്ല, ആദ്യത്തെ റൗണ്ട് സമ്മതിക്കത്തില്ല, രണ്ടാമത് വിളിക്കും. അപ്പൊ 20 ദിവസമായിട്ടും ഇങ്ങനെ ഒരു സമരം അവിടെ നടക്കുമ്പോൾ, 20 ദിവസമായിട്ടല്ല, വാങ്ചക്കിന്റെ നിരാഹാരം, വാങ്ചക്കിന്റെ ലീഡർഷിപ്പ് വന്നതോടുകൂടിയാണ് ഇത് ഇത്ര സ്റ്റേച്ചർ വന്നത്. അല്ലാതെ ഇത് നന്ദു പറഞ്ഞ പോലെ ഇതൊരു ഓൺലൈൻ പാർട്ടിയായിട്ട് നിന്നേനെ. വാങ്ചക്ക് വന്നതോടുകൂടി ഇതിൻ്റെ ഒരു സ്റ്റേച്ചർ മാറി. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ തീർച്ചയായിട്ടും ഒരു ഡയലോഗിന് വിദ്യാഭ്യാസ മന്ത്രിയൊന്നും വേണമെന്നില്ല, വിദ്യാഭ്യാസ മന്ത്രാലയത്തിലെ ഒഫീഷ്യൽസ് ഇവരെ വിളിച്ചിട്ട് ഒരു ഡയലോഗിന് മുതിർന്നു. ഇനി ഞങ്ങൾ അതിന് തയ്യാറാണ് എന്ന് BJP വക്താവ് പറഞ്ഞു. തീർച്ചയായിട്ടും സ്വാഗതാർഹമാണെന്ന് മാത്രമേ. തീർച്ചയായും